മുൻപേ ബാപ്പയും പിരിഞ്ഞു, ബാലനായി വരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു. ആരുമാരും ഓമനിച്ചില്ലെങ്കിലും വളർന്നു, ആടലൊന്നില്ലാടുമേച്ച കൊച്ചുമോൻ വളർന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പയില്ല, യതീമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം വാപ്പയില്ലാത്ത ഒരു മകന്റെ അവസ്ഥ എന്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകെ തണലുള്ളത് ഉമ്മയാണ്. നബി തങ്ങൾ മെല്ലെ മെല്ലെ വളർന്ന് ആളുകളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി വളർന്നു. ഓർത്തിടാതെ പോലുമോറ്റ കള്ളമോദിയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ആമിന ബീവി ചോദിക്കുകയാണ്, പൊന്നുമോനെ, വാപ്പ മരിച്ചിട്ട് വർഷങ്ങളായി, ഉപ്പയുടെ ചാരത്തേക്കൊന്ന് നമുക്ക് പോകാം. മോനോട് ചോദിക്കുകയാണ്, മോനെ നമുക്ക് വാപ്പയുടെ ഖബറിനടുത്തൊന്ന് പോകാം, അബവായിലൊന്ന് പോയി വാപ്പയുടെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാം. സങ്കടത്തോടുകൂടെ വാപ്പയെ കാണാത്ത വിഷമിക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയോട് പറയാണ്, ഉമ്മ നമുക്ക് പോകാം. ഉമ്മ നേരെ കൊണ്ടുപോവുകയാണ് മുഹമ്മദ് നബി, ഉറക്കെ ചൊല്ലിക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കുട്ടിയോട്, മോനെ ഉപ്പയുടെ ഖബറിന്റെ അടുത്തൊന്ന് പോകാമല്ലോ. പൊന്നുമോൻ എങ്ങനെ കൊണ്ടുപോവാൻ? അബവായിലെത്തുകയാണ്. അബവായിലെത്തിയപ്പോൾ ഉപ്പായുടെ ഖബർ കാണിച്ചു കൊടുക്കുന്നു. അമിന ബീവി പൊന്നുമോനോട്, മോനെ ഇത് ഉപ്പയെന്ന അബ്ദുല്ലാഹ്, ലോകത്തേറ്റവും വലിയ ഭാഗ്യവാനായ മഹാനായ അബ്ദുല്ലാഹ് അവരുടെ ഖബർ ശരീഫ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അമിന ബീവി പൊന്നുമോൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. മോനിങ്ങനെ വലയം ചെയ്യുകയാണ്, എൻ്റെ ഉപ്പയാണല്ലോ, ഞാൻ എൻ്റെ ഉപ്പ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കരഞ്ഞുകൊണ്ടുപ്പ ഇങ്ങനെ ചുറ്റുവട്ടത്തിലൂടെ ഖബറിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ചെറിയ കുട്ടി ഇങ്ങനെ നടക്കുന്നു, ഉമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുകയാണ്. ആളുകൾ മുഴുവൻ ഇങ്ങനെ നോക്കുകയാണ്. ഇത്ര സുന്ദരനായ ഒരാൾ എവിടെ നിന്നാണ് ഇവിടെ എത്തിയത്? ജൂതന്മാരുകൾ പോലും ചോദിച്ചു, അഖ്രിജീ ലനാ മുഹമ്മദാ, ഈ പൊന്നുമോനെ ഒന്ന് ഞങ്ങളെ കൂടെ പറഞ്ഞയച്ചു തരുമോ? ആളുകളെല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ഈ പൂമുഖത്തെ നോക്കി എന്തോരു സൗന്ദര്യമാണ്, എത്ര സുന്ദരനാണ്, ചന്ദ്രനേക്കാൾ വെളിച്ചമുള്ള ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ആളുകൾ മുഴുവനും തേടി വന്നപ്പോ ആമിന ബീവി പറയാണ്, മോനെ ഇനി ഞമ്മക്കൊന്ന് പോകാം, കുടുംബക്കാരടുത്തുണ്ട്, അവിടേക്ക് പോവാം. ആളുകൾ ഇങ്ങനെ കൂടുകയാണ്. കുടുംബക്കാരടുത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കുട്ടിയെ കൊണ്ടുപോകുന്നു ആമിന ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ അവിടെ കൊണ്ടുപോയി ആമിന ബീവി കുടുംബക്കാരടുത്ത് താമസിച്ചു. ആളുകൾ മുഴുവൻ വരാൻ തുടങ്ങി. ആ സന്ദർശകര് കൂടി ആളുകൾ പറഞ്ഞു, ഇവിടെ മക്കയിൽ നിന്ന് മുഹമ്മദ് വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ കൂടി, ആളുകൾ മുഴുവനും ചോദിച്ചു, ഞങ്ങളെ കൂടെ ഒന്ന് പറഞ്ഞേക്ക്, ഒന്ന് പുറത്തേക്ക് തരൂ, ഞങ്ങളൊന്ന് ഉമ്മം വെച്ചോട്ടെ, ഞങ്ങളൊന്ന് ആലിംഗനം ചെയ്തോട്ടെ. ആരെയാണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ
നമ്മളെല്ലാവരെയും നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മുഹമ്മദ് മുസ്തഫ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ ഖൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കുരുത്ത്. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ബീവി മോനോട് പറയാണ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് പോകാം. ആളുകൾ കൂടെ മോനെ, നമുക്ക് തിരിച്ചു പോകാം. ഉമ്മു ഐമൻ കൂടെയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടി നേരെ അബവായിലേക്ക് തന്നെ തിരിച്ചു വന്നു. അമിന ബീവിക്ക് ഇങ്ങനെ ക്ഷീണം വരാൻ തുടങ്ങി. അമിന ബീവിക്ക് സുഖമില്ലാതായി, പനി വന്നു. അബവായിലെത്തിയിട്ട് ഉപ്പായുടെ ഉപ്പയുടെ ഖബറിന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു. ഉമ്മാക്ക് ഇങ്ങനെ യാത്രയിൽ സുഖമില്ലാതായി. മോനോട് പറഞ്ഞു, മോനെ നമുക്കൊരു ടെന്റ് കെട്ടാം, ഒരടി നടക്കാൻ എനിക്ക് പറ്റുന്നില്ല, ചെറിയ കുഞ്ഞാണ്, ചെറിയ കുട്ടിയാണ്. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് ഉമ്മ ചോദിക്കുകയാണ്, ഞാനൊരു ടെന്റ് കെട്ടട്ടെ മോനെ, നീ എന്റെ കൂടെ നിൽക്ക്, എനിക്ക് നടക്കാൻ പറ്റണില്ല. ഉമ്മു ഐമൻ കൂടെയുണ്ട്. ടെന്റ് കെട്ടുകയാണ്. ആ ടെന്റിൽ മെല്ലെ മെല്ലെ ഉമ്മയുടെ കൈ പിടിച്ച് ചെറിയ കുഞ്ഞായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലെ കൊണ്ടുപോയി കിടത്തുകയാണ്. അമിന ബീവി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ആ കിടത്തത്തിൽ ഇങ്ങനെ കരയാണ്. ഉമ്മ, എന്തിനാണ് ഉമ്മ കരയുന്നത്? എന്തിനാണ് ഉമ്മ കരയുന്നത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കൊച്ചുകുട്ടി ചോദിക്കുകയാണ്. ഉമ്മ എന്തിനാ കരയണത്? മോനെ, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഇവിടെ മരിച്ചാൽ ആരാണ് മോനെ നിന്നെ നോക്കാനുള്ളത്? വല്ലാത്ത കരച്ചിലാണ് മോനെ. ആരാണ് നിനക്കനി ഭക്ഷണം തരിക? ആരാണ് നിന്നെ വസ്ത്രം ധരിപ്പിക്കുക? ആരാണ് മോനെ നിനക്കെല്ലാം ചെയ്തു തരിക? ഞാൻ തളർന്ന് ക്ഷീണിക്കുകയാണല്ലോ മോനെ. നമ്മളൊക്കെ മനോഹരമായി പഴയ കാലത്ത് കേൾക്കാറുള്ള ഒരു പാട്ടുണ്ട്, അങ്ങനെ കേൾക്കാറില്ല. ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിലൂടെ മനോഹരമായ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുന്നു. അബവാഇൻ ദേശത്ത് ആമിന ബീവി, അന്ത്യ സമയത്ത് അവരങ്ങ് തേങ്ങി. വല്ലാത്ത ക്ഷീണം ബാധിച്ചു, രോഗം മൂർച്ഛിച്ചു, പനി ബാധിക്കുകയാണ്. ഉമ്മു ഐമൻ അടുത്തുണ്ട്. ആമിന ബീവി കിടക്കുകയാണ്. ആ ടെന്റിൽ ഇങ്ങനെ കിടന്നിട്ട് ആമിന ബീവി സങ്കടപ്പെടുകയാണ്. ആമിന ബീവി വിഷമങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഒരു വാപ്പ മരിച്ചാൽ നമുക്കൊക്കെ ഉമ്മയെ ചേർത്ത് പിടിച്ച് എനിക്കിനി ഉമ്മയുണ്ടല്ലോ, വാപ്പ മരിച്ചാൽ ഉമ്മയുണ്ടല്ലോ എന്നൊരു സന്തോഷം ഉണ്ടാകും. പക്ഷേ ഉമ്മ മരിച്ചാൽ എനിക്ക് വാപ്പയുണ്ടല്ലോ എന്നൊരു സന്തോഷം ഉണ്ടാകും. വാപ്പയെ നമ്മൾ വല്ലാതെ സ്നേഹിക്കും. എന്നാൽ ഇവിടെ വാപ്പ മരിച്ചുപോയി, ഉമ്മ മാത്രമേ ഉള്ളൂ. ഉപ്പ ഉപ്പ എന്നോ വിളിക്കാൻ ഉടനെ അടക്കി പിടിച്ചോ കരയാൻ. അബവാഇൻ ദേശത്ത് ആമിന ബീവി, അന്ത്യ സമയത്ത് അവരങ്ങ് തേങ്ങി. മോനെ, വാപ്പയെ അടക്കി പിടിക്കാനില്ല. ഉപ്പ ഉപ്പ എന്ന് വിളിക്കാൻ
ഉടനെ അടക്കി പിടിച്ചോ കരയാൻ. പാനെ പിടിച്ചെനി കരയാനില്ല. ഈ കുഞ്ഞാവട്ടെ എട്ടും പൊട്ടും തിരിയാത്ത പൈതൽ, എവിടെയും ആശ്രയം കാണാത്ത തെന്നൽ. ഒന്നും തിരിയാത്ത എൻ്റെ കൊച്ചുകുട്ടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് ഞാൻ ഏൽപ്പിക്കുക? ആരെയാണ് ഞാൻ ഏൽപ്പിക്കുക? ആരെയാണ് എൻ്റെ പൊന്നുമോനെ ഞാൻ ഏൽപ്പിക്കുക? ആമിന ബീവി ഇങ്ങനെ കരയാൻ. ഹബീബ് തങ്ങൾ ആമിന ബീവിയുടെ കൊച്ചുകുട്ടിയായ നമ്മുടെ മുഹമ്മദ് മുസ്തഫ ആമിന ബീവിയുടെ മാറത്ത് ഇങ്ങനെ കിടന്നിട്ട് ഹബീബ് തങ്ങളും കരയാണ്. ഉമ്മ നിങ്ങൾ വിഷമിക്കരുത്, ഉമ്മ നിങ്ങൾ പ്രയാസപ്പെടല്ലേ, നിങ്ങൾ ഇങ്ങനെ കരയരുത്. അപ്പോൾ ഉമ്മു ഐമന്റെ കൈ പിടിച്ചിട്ട് ആമിന ബീവി പറയാൻ, ഉമ്മു ഐമനെ, എൻ്റെ മോനെ ഞാൻ അങ്ങ് ഏൽപ്പിക്കുകയാണ്. എനിക്കൊരാളെയും ഏൽപ്പിക്കാനില്ല. ഞാനിവിടെ മരിക്കുമെന്ന ഒരു തോന്നലാണ്. ഒരുപക്ഷേ ഞാൻ ഇവിടെ മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉമ്മു ഐമനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഉമ്മു ഐമന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട്, കുഞ്ഞീ കുരുന്നിനെ നിന്നിൽ തന്നോട്ടെ, കാരുണ്യത്തിൻ തീരം തേടി ഞാൻ പോട്ടെ. കുഞ്ഞിക്കുരുന്നിനെ നിന്നിൽ തന്നോട്ടെ, കാരുണ്യത്തിൻ തീരം തേടി ഞാൻ പോട്ടെ. ആമിന ബീവി അങ്ങനെ വഫാത്താവുകയാണ്. ഉപ്പ മരിച്ചുപോയ വേദന തീർന്നിട്ടില്ല. ഒരു വാപ്പയുടെ ലാളനയും സ്നേഹവും കിട്ടാതെ വളർന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ, നമ്മളെ മക്കളെ നമ്മളെത്ര സ്നേഹിക്കുന്നവരാണ്. കാലം കഴിയും കാലമോരോ നാളിൽ ആമിന ബീവിയും മകനെ വിട്ടുപോയി മണ്ണിൽ. അങ്ങിനെ കാലം കഴിയും കാലമോരോ നാളിൽ ആമിന ബീവിയും മകനെ വിട്ടുപോയി വിണ്ണിൽ. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള, ആരുമായ സായകാല താറ്റലർ നബിയുള്ള. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ള, ആരുമായ സായകാല താറ്റലർ നബിയുള്ള. ഓമന മുഹമ്മദിനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിക്കില്ല. വഫാത്തായി. കുട്ടി ഇങ്ങനെ കരയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ട് തന്നെ അവിടത്തെ ഖബറ് കുഴിക്കുകയാണ്. ഉമ്മാന്റെ ഖബറ് ഉമ്മായെ മറമാടിയിട്ട് ഉമ്മു ഐമൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈ പിടിച്ചിട്ട് അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഹബീബ് തങ്ങൾ ഏകനായി ജീവിക്കുകയാണ്. ഹബീബ് തങ്ങൾ പ്രയാസത്തിൽ, വല്ലാത്ത വിഷമത്തിൽ, സങ്കടത്തിൽ ഏകനായി അവരുടെ വീട്ടിൽ ഹബീബ് തങ്ങളുടെ ജീവിതം ഏകരായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന വല്ലാത്തൊരു ജീവിതമുണ്ട്. പ്രയാസത്തിന്റെ, വിഷമത്തിന്റെ, സങ്കടത്തിന്റെ, കണ്ണുനീരിന്റെ വല്ലാത്ത ഒരു ജീവിതം.